UPSC എസെൻഷ്യൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിവിൽ സർവീസ് പരീക്ഷയുടെ സെക്കൻഡ് സ്റ്റേജായ മെയിൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. UPSC എസെൻഷ്യൽസിന് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഈ ഒരു പരീക്ഷ 3 സ്റ്റേജസ് ആയിട്ടാണ് നടത്തുന്നത്: പ്രിലിമിനറി, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെയിൻ സ്റ്റേജ് ആണ്. എത്ര പേപ്പേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് ആ പേപ്പേഴ്സ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ജനറൽ ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ആണെങ്കിൽ മെയിൻസ് ഡിസ്ക്രിപ്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് മെയിൻസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ റാങ്ക് എന്ന് പറയുന്നത് ഈ മെയിൻസിന്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും കൂടെ മാർക്ക് ചേർത്താണ് ഫൈനൽ റാങ്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻസിന്റെ മാർക്ക് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിരിക്കും. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാം. നമുക്ക് സ്ലൈഡിലേക്ക് കടക്കാം. സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇതിന്റെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത് 9 പേപ്പേഴ്സ് ആണുള്ളത്. ഇതിൽ 7 പേപ്പേഴ്സിന്റെ മാർക്കാണ് കൗണ്ട് ചെയ്യുന്നത്. 2 പേപ്പേഴ്സ്, അതായത് കമ്പൽസറി പേപ്പേഴ്സ് ആയ 2 പേപ്പേഴ്സ് ഉണ്ട്, ഇംഗ്ലീഷും ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജും. ഇതിന്റെ രണ്ടിന്റെയും മാർക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി, അത് കൗണ്ട് ചെയ്യില്ല. കൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 7 സബ്ജക്ട്സിന്റെ മാർക്കാണ് കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എസ്സേ, ജെൻഡർ സ്റ്റഡീസ്, 4 ജെൻഡർ സ്റ്റഡീസ് പേപ്പറും 2 ഓപ്ഷണൽ പേപ്പറും, ഇത്രയും 7 പേപ്പറുകളുടെ മാർക്ക് മാത്രമാണ് നിങ്ങളുടെ ഫൈനൽ മാർക്കിനായിട്ട് കൗണ്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ പേപ്പറായിട്ട് എടുത്തു നോക്കാം. എസ്സേ പേപ്പർ, നിങ്ങളോട് 2 എസ്സേ എഴുതാനായിരിക്കും പറയുക. അതായത് 2 സെക്ഷൻ ആയിരിക്കും. ഓരോ സെക്ഷനിലും 4 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു എസ്സേ ചൂസ് ചെയ്ത് എഴുതാം. അങ്ങനെ ടോട്ടലി 250 മാർക്സിനാണ് നമ്മുടെ എസ്സേ പേപ്പർ വരുന്നത്. സെക്കൻഡ് പേപ്പർ എന്ന് പറയുന്നത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 ആണ്. നമുക്കറിയാം, പ്രിലിംസിനും മെയിൻസിനും ഒത്തിരി സബ്ജക്ട്സ് ഓവർലാപ്പ് ചെയ്ത് വരുന്നു. ഒരിക്കലും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസിന് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ രണ്ടിനും കൂടെ ഒരുമിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ കാരണം ഇത് തന്നെയാണ്, പല സബ്ജക്ട്സും ഓവർലാപ്പിംഗ് ആണ്. നമുക്ക് GS പേപ്പർ 1 നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഹിസ്റ്ററി, ജോഗ്രഫി, കൾച്ചർ, ഇതുപോലെയുള്ള പേപ്പേഴ്സ് ഒക്കെ രണ്ടിലും വരുന്നുണ്ട്. പ്രിലിംസിനും വരുന്നുണ്ട്, മെയിൻസിനും വരുന്നുണ്ട്. മെയിൻസ് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത് എന്ന് പറയാൻ GS പേപ്പർ 1 ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റി എന്ന പേപ്പർ, ഇതൊക്കെ മെയിൻസിൽ മാത്രം ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഹിസ്റ്ററിയിലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസും വേൾഡ് ഹിസ്റ്ററി, ഇതും മെയിൻസ് ഓറിയന്റഡ് ആണ്. പക്ഷെ ബാക്കിയുള്ള ഭാഗം, ഇപ്പൊ മോഡേൺ ഹിസ്റ്ററി ഒക്കെ പ്രിലിംസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കൾച്ചറും പ്രിലിംസിനും ചോദിക്കുന്നതാണ്. ജോഗ്രഫിയിൽ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇതെല്ലാം പ്രിലിംസിനും മെയിൻസിനും ഈക്വലി ആവശ്യമായിട്ടുള്ള സാധനമാണ്. പേപ്പർ 1 എന്ന് പറയുന്നത് ഈ 250 മാർക്സിനാണ് പേപ്പർ 1 ചോദിക്കുന്നത്. ഈ പേപ്പർ 2 നോക്കുകയാണെങ്കിൽ അതിൽ 4 സബ്ജക്ട്സ്, മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി, ഗവർണൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്. ഇതിൽ ഗവർണൻസും ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ പ്യുവർലി മെയിൻസ് ആണ്. പക്ഷെ ഇന്ത്യൻ പോളിറ്റി, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ ആവശ്യം വരുന്ന പേപ്പേഴ്സ് ആണ്. ഈ പേപ്പറും പേപ്പർ 2 ആയാലും 250 മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത്. തേർഡ് പേപ്പർ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3, ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 5 സബ് ടോപ്പിക്സ് ആണ്: എക്കണോമിക്സ്, എൻവയൺമെന്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇന്റേണൽ സെക്യൂരിറ്റി. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റും ഇന്റേണൽ സെക്യൂരിറ്റിയും ഒക്കെ മെയിൻസ്, പ്യുവർലി മെയിൻസ് ആണ്. പക്ഷെ ബാക്കി 3 പേപ്പർ പ്രിലിംസിനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സും എൻവയൺമെന്റും സയൻസ് ആൻഡ് ടെക് ഈക്വലി പ്രിലിംസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. ഈ ഒരു പേപ്പറും 250 മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 4, ഈ ഒരു പേപ്പറിന് പ്രിലിംസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് ഇസ് പ്യുവർലി മെയിൻസ് പേപ്പർ. എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. ഇതിൽ ചോദിക്കുക എന്ന് പറയുന്നത് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ഇതുപോലത്തെ ടോപ്പിക്സിനെ കുറിച്ചുള്ള ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതേപോലെ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കേസ് സ്റ്റഡീസും ചോദിക്കാം. കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും നിങ്ങളോട് ചോദിക്കാം. അപ്പൊ 2 സെക്ഷൻ ആയിട്ടായിരിക്കും ചോദിക്കാം. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസും കാണും, കേസ് സ്റ്റഡീസും കാണും. ഈ ഒരു പേപ്പറും 250 മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത്. ഇത്രയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ ഉള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ പേപ്പറാണ്. ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് 2 പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഈച്ച് പേപ്പർ 250 മാർക്സിനായിരിക്കും. ഓപ്ഷണൽ എന്ന് പറയുന്നതിൽ തന്നെ ഒരു മേജർ ചങ്ക് ഓഫ് മാർക്സ് ആണ് വരുന്നത്. 500 മാർക്സ് ആണ് ഓപ്ഷണൽ പേപ്പറിൽ നിന്ന് വരുന്നത്. അപ്പൊ ഓപ്ഷണൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്.
ഓപ്ഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് ഇനി നമുക്ക് മെയിൻസിൽ ഒരു പേപ്പർ ഒരു 2 പേപ്പറും കൂടാണ് ഉള്ളത്. അതായത് ക്വാളിഫയിങ് പേപ്പേഴ്സ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ കാണിച്ച പോലെ തന്നെ 2 ലാംഗ്വേജ്, ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കമ്പൽസറി ലാംഗ്വേജ്, പിന്നെ ഏതെങ്കിലും ഒരു റീജിയണൽ ലാംഗ്വേജ്. അതിന്റെ മാർക്സ് എന്ന് പറയുന്നത് 300 മാർക്സിനാണ് 2 പേപ്പറും ചോദിക്കുന്നത്. പക്ഷെ അതൊരു വെറും ക്വാളിഫയിങ് പേപ്പറാണ്. അതായത് ഒരു 75 മാർക്സ് മേടിച്ചു കഴിഞ്ഞാൽ, ഒരു മിനിമം മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു 2 പേപ്പറും ക്വാളിഫൈ ആവും. അത് നമ്മുടെ ഫൈനൽ മാർക്കിലേക്ക് ഈ 2 ക്വാളിഫയിങ് പേപ്പറിന്റെ മാർക്കും കൗണ്ട് ചെയ്യുകയില്ല. അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻസിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളൊന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 9 പേപ്പറാണ് ഉള്ളത്. എസ് എ പേപ്പർ, 4 GS പേപ്പർ, 2 ഓപ്ഷണൽ പേപ്പറും 2 ക്വാളിഫയിങ് പേപ്പറും. ഇത്രയും ടോട്ടൽ 1750 മാർക്സിനാണ് നമുക്ക് മെയിൻസ് എക്സാം ഉണ്ടായിരിക്കാം. ഒരു 50% മാർക്സ് ഒക്കെ ആയിരിക്കും മാക്സിമം. ചിലപ്പോൾ ഫസ്റ്റ് റാങ്കിൽ ഉള്ള ആളെ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ 50% മാർക്ക് ഒക്കെ ആയിരിക്കും. അത്രയൊക്കെയാണ് മാക്സിമം സ്കോർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് മെയിൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.